രാഹുൽ മാങ്കൂട്ടമാണോ LDF സ്ഥാനാർത്ഥിയെ എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് എം സ്വരാജ് ചോദിക്കുകയാണ്. അന്തസ്സുള്ള വ്യക്തിത്വമുള്ള രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയല്ല പറയുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയായാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. നിലമ്പൂർ LDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിന് കാരണമായത് UDFൻ്റെ ഗൂഢാലോചന ഒന്ന് മാത്രമാണ്. രാഷ്ട്രീയമെന്നാൽ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും വേദിയല്ല. രാഹുലിന് പരിചയമില്ലാത്തത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഓരോ മുന്നണിയുടെയും അവകാശമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഹുലിൻ്റെ ചെലവിലാണോ LDF ഉള്ളത്? LDFന് സംഘടനാ രീതികളുണ്ട്. യോഗം ചേർന്ന് തീരുമാനിക്കും. ആദ്യം പ്രഖ്യാപിച്ചത് UDFന് നേട്ടമെന്ന് ചിലർ പറയുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വൈകിയാൽ അടിയാകും. രണ്ടുപേർ പ്രഖ്യാപനത്തിന് മുന്നേ കോൺഗ്രസിൽ വോട്ട് ചോദിച്ചിറങ്ങിയിരുന്നു. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ UDFൻ്റെ ചീട്ട് വേണ്ട എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരിൻ്റെ ചുമതലക്കാരനുമായ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നായിരുന്നു രാഹുലിൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു വെല്ലുവിളി. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് എന്ന് ആണയിട്ട് പറയുന്നതിന് പകരം ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു.